അല്ല ശ്രീ ബേസിൽ, അങ്ങ് പറയുന്ന അനുസരിച്ചിട്ട് അങ്ങ് വഹിക്കുന്ന എന്ത് സ്ട്രക്ചറൽ റീവാമ്പിംഗ് ആണ് നടന്നത് എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. വെറുതെ ഗൂഗിളിൽ എടുത്തിട്ട് രാധാകൃഷ്ണൻ സാറ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി റീവാമ്പിങ്ങിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ എന്തൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു, 2027 മുതൽ അത് നടപ്പിലാക്കുകയാണ്. ലോങ് ടൈം ആയിട്ടുള്ള സാധനം 2025 കഴിഞ്ഞ സ്റ്റഡി 2027 മുതൽ നടപ്പിലാക്കുകയാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ടീം ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഷോർട്ട് ടൈമിലുള്ള കാര്യങ്ങൾ 2026 ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി 2027 മുതൽ ലോങ് ടൈം മുതലുള്ളത് നടപ്പിലാക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു വക പഠിക്കാതെ ഇരുന്നുകൊണ്ട് എന്ത് ചുമ്മാ എന്തെങ്കിലും നമ്മൾ ഈ ചന്തയിൽ നിന്നിട്ട് മത്തി കച്ചവടം ചെയ്യുന്നത് പോലെ വന്നിരുന്നിട്ട് ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അങ്ങ് തന്നെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്നുള്ളത്. അങ്ങ് വളരെ അല്ല, അങ്ങ് ഇവിടെ ഇരുന്ന് കോലാഹലം നടത്തിയപ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. അങ്ങ് ഇവിടെ നിന്ന് കോലാഹലം നടത്തിയപ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങയുടെ കോലാഹലം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് എൻ്റെ സമയത്ത് ഞാൻ മറുപടി പറയുന്നതാണ്. അങ്ങ് ദയവ് ചെയ്ത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക. ഞാൻ ചോദിച്ചത് അങ്ങ് എന്താണ് ഈ വിഷയത്തിനകത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇന്ന് ഞാനിപ്പോൾ ജനം ടി വിയുടെ ഒരു വിഷ്വലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ എതിർക്കുന്ന ഒരു ചാനലായിട്ടുള്ള റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടർ അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേ കുട്ടികൾ അവിടെ ഈ പറയുന്ന കുട്ടികളെന്ന് വിളിക്കുന്ന ആൾക്കാർ, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ഈ വിളിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് കല്ല് പറക്കി എറിയുന്നുണ്ട്, കല്ല് വരുന്ന വിഷ്വൽ കാണിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഓട്ടോക്കാരൻ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഏതെങ്കിലും കല്ല് പറക്കി എടുത്ത് എറിഞ്ഞതാണ് എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതിയോ? ഇവിടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെയല്ല ഞാൻ അവതരിപ്പിച്ചത്. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങേക്ക് ഇപ്പോഴും മറുപടിയില്ല. ഇവിടെ ഈ പറയുന്ന പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് തടയണമെന്ന ഉത്തരവാദിത്വം അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസിനുണ്ട്. അവർ തടയും. അവർ തടയുന്ന സമയത്ത് അവർക്കെതിരെ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ തല്ല് കിടക്കും. നിങ്ങൾ 2011 ജൂൺ മാസം 4-ാം തീയതി 5-ാം തീയതിയും രാംലീല മൈതാനത്ത് ബാബ രാംദേവ്ജിയുടെ നേതൃത്വത്തിൽ വളരെ ശാന്തമായിട്ട് തെരുവിലേക്ക് ഇറങ്ങാതെ ഒരു വാഹനം പോലും തടയാതെ ഒരു ഗതാഗത കുരുക്കും ഉണ്ടാക്കാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു ഗ്രൗണ്ടിലേക്ക് മാത്രം ഒതുങ്ങിയിരുന്ന വെറുതെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു അർദ്ധരാത്രിയിൽ നടത്തിയ നരനായാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് മറുപടിയില്ല. ഒരു സ്ത്രീയെ തല്ലി ബോധം കെടുത്തി 114 ദിവസം കോമയിലിട്ടു, അവരെ ആശുപത്രിയിലാക്കി, അവരവിടെ കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങളുടെ ജനാധിപത്യം പൂത്തുളഞ്ഞ കാലത്തുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നിട്ടുള്ള പേപ്പർ ലീക്കേജുകൾ ഓരോന്നായിട്ട് ഞാൻ എണ്ണി പറഞ്ഞു. ആ സമയത്ത് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞ ആങ്സൈറ്റി ഇല്ലേ, നിങ്ങൾ പറഞ്ഞ സ്ട്രെസ് ഇല്ലേ, എന്താ എല്ലാവരും കൂടെ കോൾമെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നോ ഈ പറയുന്ന കുട്ടികളെല്ലാം കൂടി ആ കാലഘട്ടത്തിൽ? നിങ്ങൾക്ക് അതിനൊന്നും മറുപടിയില്ലേ? അപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനൊന്നിനും മറുപടിയില്ല. പകരം ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് അയ്യോ ഞങ്ങളങ്ങ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എല്ലാത്തിനെയും കൂടെ ഏറ്റെടുത്ത് ഉദ്ധരിച്ച് മുമ്പോട്ട് വന്നിരിക്കുന്ന മഹാന്മാരാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ച് കളയല്ലേ. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നതിൻ്റെ അത്രയും പ്രശ്നങ്ങളുടെ 10-1 പോലും ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിപൂർണമായ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഞങ്ങൾ ആരുടെ അടുത്തും കയറി എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ പറയുന്ന സോനം വാങ്ചുക്കിൻ്റെ വിഷയത്തിൽ അങ്ങ് പറഞ്ഞു, എനിക്ക് ആദ്യത്തെ ടൈമിൽ മറുപടി പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതാണ്. അങ്ങ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടെന്നാണ്, സോനം വാങ്ചുക്കിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആദ്യമേ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുമെന്നും നേരത്തെ രാംലീല മൈതാനത്ത് സംഭവിച്ചതിൻ്റെ ഒരു ബാക്കി പത്രം അവിടെ സംഭവിക്കേണ്ടി വരുമെന്ന്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തെ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള പരിപൂർണമായ ബോധ്യം ഞങ്ങൾക്ക് ഫാക്ച്വലി ഉള്ളതുകൊണ്ട് ആ ഫാക്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ കൂളായിട്ട് തന്നെയാണ് ആ വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഈ പ്രതിഷേധക്കാരുടെ വിഷയം എന്ന് പറയുന്നത് നീറ്റ് വിഷയത്തിനെ പരിഹരിക്കുക എന്നുള്ളതല്ലല്ലോ, പകരം രാഷ്ട്രീയമായി മറ്റു ചിലത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഹൈക്കോടതിയുടെ ഓർഡർ വന്നു, എന്താണ്? സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കപ്പെടണം, ആരോഗ്യനില മോശമാകുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർബിട്രറി അല്ല ചെയ്തിരിക്കുന്നത്, സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാകുന്നത് കൊണ്ടുമാണ് ചെയ്യേണ്ടി വന്നിരിക്കുന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷണത്തിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ ഒരു സമരത്തിനെയും അങ്ങോട്ടേക്ക് കയറി അടിച്ചമർത്താൻ വേണ്ടിയിട്ടോ അവിടെ നടക്കുന്ന സമരങ്ങളുടെ മേലേക്ക് ബുൾഡോസർ ഓടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ആരും തന്നെ വന്നിട്ടില്ല. പിന്നെ ഈ ടെലിഗ്രാമിൻ്റെ വിഷയം അങ്ങ് ആദ്യം മുതൽ പറയണം, വേറെ വിഷയമൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഡോക്ടർ നമുക്കൊരു മരുന്ന് എഴുതി തരികയാണ്. എന്താണ് ഒരു മരുന്ന്? ഈ ഗുളിക വെള്ളത്തിനോടൊപ്പം കഴിക്കാൻ പറഞ്ഞാൽ ആ ഡോക്ടർ വെള്ളം കുടിക്കാൻ പറഞ്ഞു, അസുഖം മാറാൻ വെള്ളം കുടിക്കാനാണ് ഞങ്ങൾക്ക് അങ്ങ് കുടിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറയലല്ല.
ടെലിഗ്രാമിൻ്റെ വിഷയം എന്താ പറഞ്ഞിരിക്കുന്നത്? ടെലിഗ്രാമിൽ ഈ പറയുന്ന മാഫിയ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് ചോദ്യം പേപ്പർ ലീക്കാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. എന്ത്? ഞങ്ങൾക്ക് ചോദ്യ പേപ്പർ ചോർത്തി തരാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം. ടെലിഗ്രാമിനകത്ത് ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ ഡേറ്റിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്ത് മറ്റേതാക്കാം. എഡിറ്റ് ഹിസ്റ്ററിയിൽ ചിലപ്പോൾ ഈ സാധനം കിട്ടില്ല, എഡിറ്റഡ് എന്നുള്ള സാധനവും കാണില്ല. പകരം എന്താണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സൈബർ ക്രൈമിനകത്ത് എത്രയാണ് വീണ് പോകുന്നതെന്ന് വിളിച്ചിട്ട് 50,000 അയച്ചതാ 1,00,000 അയച്ചതാന്ന് പറയുമ്പോൾ അയച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ മുഖ്യ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ പറയുകയാണ്, എന്താണ് മലയാളികൾ അങ്ങ് നിൽക്കുകയാണ് എന്നെ ആണെങ്കിലും ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ആ പറയുന്ന പോലത്തെ സാഹചര്യമാണ്, ഇതുപോലത്തെ പാവങ്ങൾ ഇതിനകത്ത് വീണ് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പരീക്ഷ നടക്കുന്ന കാലഘട്ടത്തിലേക്ക് ടെലിഗ്രാം ഇവിടെ ഇല്ല, പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ അത് ഒരു നടപടി മാത്രമാണ്, അല്ലാണ്ട് ടെലിഗ്രാം നിരോധിച്ചത് കൊണ്ട് ഈ പരീക്ഷ മുഴുവൻ അങ്ങ് സുതാര്യമാകും എന്നുള്ളതല്ല. ഈ വിഷയം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികളിൽ ഒരു നടപടി മാത്രമാണ് ടെലിഗ്രാം നടപടി. നിങ്ങൾക്കൊരു ഹൂക്കിംഗ് പോയിന്റ് അതിനകത്ത് കിട്ടി, അതുകൊണ്ട് ഇനി അത് പിടിച്ചുകൊണ്ടോ. BJP ടെലിഗ്രാം നിരോധിച്ചിട്ടാണ് നീറ്റ് വിഷയം പരിഹരിക്കാൻ നോക്കുന്നത്. വെറുതെ ഇങ്ങനെ പറയരുത് സാറേ. ആൾക്കാർക്ക് ഈ കാലഘട്ടത്തിൽ കയ്യിൻ്റെ മുമ്പിൽ എന്താണ്, മൊബൈലുണ്ട്, ഡേറ്റയുണ്ട്. നിങ്ങളുടെ കാലഘട്ടത്തിലെ പോലെയൊന്നുമല്ല, നല്ല ഒന്നാം തരം 5G നെറ്റ്വർക്ക് ഇന്ത്യയിൽ എല്ലാ ഗ്രാമങ്ങളിലും എത്തിയിട്ടുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും ഒന്ന് വൈദ്യുതി ഉണ്ട്. ആൾക്കാർക്ക് ഇൻഫർമേഷൻ വിരലിൻ്റെ തുമ്പിൽ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന പല സമര ഉഡായിപ്പുകൾ ഇവിടെ വിജയിക്കാതെ പോകുന്നത്. കാരണം ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാര്യം ആൾക്കാരുടെ കയ്യിലുണ്ട്. എത്ര ജെനുവിൻ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിവരവും ജനങ്ങൾക്കുണ്ട്.